നമസ്തേ. ചാപ്റ്റർ 2 പദങ്ങളും സങ്കല്പനങ്ങളും അവയുടെ ഉപയോഗവും സമൂഹശാസ്ത്രത്തിൽ. ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി എന്ന 2ാം ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പുതിയ കുറെ പദങ്ങൾ, ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ചില പദങ്ങളുടെ ഒരു പരിചയപ്പെടുത്തലും, അതുപോലെ ചില സമൂഹശാസ്ത്രജ്ഞരുടെ പേരുകള്, സോഷ്യോളജിയിൽ നാം ഉപയോഗിക്കുന്ന ചില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചില സൈദ്ധാന്തികരുടെ പേരുകള്, സിദ്ധാന്തങ്ങള് ഒക്കെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. അപ്പൊ ഇതൊരു ചെറിയ 2 പേജുള്ള ഒരു നോട്ടാണ്, ഒരു ക്ലാസ് ആണ്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ചില സ്ഥലങ്ങളിൽ ഒന്ന് വിവരിച്ച് പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ തമ്മിൽ നേരിട്ടൊന്നും കണ്ടിട്ടുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരു ബേസിക് ആശയങ്ങൾ നിങ്ങൾക്ക് തരേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് അതും കൂടെ പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ക്ലാസ്. ഇടയ്ക്ക് കുറച്ച് നമ്മൾ പുറത്തേക്ക് പോയി കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, സമൂഹശാസ്ത്രത്തിന് പദങ്ങളും സങ്കല്പനങ്ങളും എന്തിനു വേണ്ടിയാണ്? അപ്പൊ ചാപ്റ്ററിന്റെ പേര് പദങ്ങളും സങ്കല്പനങ്ങളും അവയുടെ ഉപയോഗവും സമൂഹശാസ്ത്രത്തിൽ എന്നാണ്. അപ്പൊ എന്തിനാണ് ഈ ടേംസും കൺസെപ്റ്റ്സും നമ്മൾ ഉപയോഗിക്കുന്നത്? വൈ വി ആർ യൂസിങ് ദിസ് ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ്? എന്തിനാണ് സമൂഹശാസ്ത്രത്തിന് പദങ്ങളും സങ്കല്പനങ്ങളും വേണ്ടുന്നത്? അപ്പോ എന്തിനായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് എന്തിനായിരിക്കും ഓരോ ടേമുകൾ? ഇപ്പം ഒരു ടേം പറഞ്ഞു കഴിഞ്ഞാൽ ജാതി, അല്ലെങ്കിൽ കുടുംബം, വിവാഹം, ഇതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള പദങ്ങളാണ് അല്ലെ? നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബം, വിവാഹം, ജാതി, മതം ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ആ ഒരു അർത്ഥത്തിലുള്ള ഒരു അർത്ഥമല്ല സമൂഹത്തിലുള്ള സമൂഹശാസ്ത്രപരമായിട്ടുള്ള കുടുംബത്തിന്റെയും വിവാഹത്തിന്റെയും ജാതിയുടെയും ഒക്കെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കേട്ട് ശീലിച്ച കുടുംബം എന്നുള്ള ആശയമൊക്കെ നമ്മുടെ സാമാന്യ ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്, കോമൺ സെൻസ് നോളജിൽ നിന്നുണ്ടാകുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഐഡിയ അബൌട്ട് ഫാമിലി ഈസ് ദാറ്റ് നോളജ്, ദാറ്റ് കൺസെപ്റ്റ് ദാറ്റ് വി ആർ ഹാവിംഗ് ഇൻ അവർ മൈൻഡ് ഈസ് ഫ്രം അവർ കോമൺ സെൻസ് നോളജ്. കോമൺ സെൻസ് നോളജ് വി ഗെറ്റ് ത്രൂ സോഷ്യലൈസേഷൻ. ഓക്കെ, അതിന് സാമാന്യ ബോധം ജ്ഞാനം എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു, സാമാന്യ ബോധ ജ്ഞാനമാണത്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു വിഷയത്തിന് എന്തിനാണ് പദങ്ങളും സങ്കല്പനങ്ങളും? സമൂഹശാസ്ത്രത്തിന്റെ പ്രധാന ചുമതല സമൂഹവും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധം അനാവരണം ചെയ്യുക എന്നതാണ്. സമൂഹത്തിന് വ്യക്തിയുമായി ബന്ധമുണ്ട്, വ്യക്തികൾ ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത് അല്ലെ? അപ്പം സോഷ്യോളജിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വ്യക്തി ഉൾപ്പെടുന്ന സമൂഹവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സമൂഹശാസ്ത്രത്തിന്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് അല്ലെ? ഇനി ഈ ഒരു കർത്തവ്യം നിറവേറ്റുന്നതിനായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ പദങ്ങളും സങ്കല്പനങ്ങളും ഒക്കെ വേണം. ഈ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ, കാര്യങ്ങൾ നമുക്ക് കൃത്യതയോടുകൂടി മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? പദങ്ങളും സങ്കല്പനങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പൊ the central task of sociology is to explore the interrelationship between society and individual എന്നുള്ളതാണ്. And terms and concepts give a clear idea to the society as well as to a person who is reading a sociology book or to a person who is studying sociology. Okay, ഇനി പദങ്ങളും സങ്കല്പനങ്ങളും കാര്യങ്ങൾ വ്യക്തതയോട് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. കൃത്യമായ വാക്കുകളുടെ ഉപയോഗം നമ്മുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുവാൻ സഹായിക്കുന്നു. ഇത് സോഷ്യോളജിയിൽ നിന്ന് മാത്രമല്ല, ഏത് വിഷയത്തിലും നമ്മളൊരു പുതിയ പദം അല്ലെങ്കിൽ ഒരു പുതിയ സങ്കല്പനം, ഒരു ആശയം മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാ? ആ വിഷയത്തിലുള്ള കാര്യങ്ങൾ, ആ വിഷയത്തിൽ നാം പഠിക്കാൻ പോകുന്ന കാര്യങ്ങള് നമുക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാനാണ്. അപ്പൊ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ പദങ്ങളും സങ്കല്പനങ്ങളും സഹായിക്കുന്നു. കൃത്യമായ വാക്കുകളുടെ ഉപയോഗം, ആ വാക്കിനൊരു നിർവചനവും അതെന്താണ് എന്നും ആ വിഷയത്തിൽ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല അല്ലെ? ഇപ്പൊ നമുക്കൊരു ഉദാഹരണം ഫാമിലി തന്നെ എടുക്കാം. സോഷ്യോളജിയിൽ ഫാമിലിക്ക് പല തരങ്ങളുണ്ട്. ഫാമിലി വേണ്ട, വിവാഹം എടുക്കുക. ഏകവിവാഹം എന്ന് പറയുന്നു. ഏകവിവാഹത്തിനകത്ത് ഒരു
പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ മോണോഗമി എന്ന് പറയുന്നു. ഈ ഏകവിവാഹം എന്ത് എന്നൊരു സോഷ്യോളജി പഠിക്കുന്ന വ്യക്തിയോട് നാം പറയുമ്പോൾ അയാൾക്കറിയാം എന്താണ് ഏകവിവാഹം, പഠിച്ചു വച്ചിട്ടുണ്ട് അത് എന്താണ് എന്നുള്ള ആ ഒരു ഏകവിവാഹത്തിന്റെ ഒരു ആശയത്തിന് കൃത്യമായ ഒരു നിർവചനം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് മനസ്സിലാക്കാൻ പറ്റും ഏകവിവാഹം എന്നൊരാൾ പറയുമ്പോൾ എന്താണ് ഏകവിവാഹം എന്ന്. അപ്പൊ കൃത്യമായ വാക്കുകളുടെ ഉപയോഗം നമ്മുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും ഇത്തരത്തിലുള്ള ടേംസ് ഉണ്ട്. സമൂഹശാസ്ത്രം മനുഷ്യബന്ധങ്ങളുടെയും പാരസ്പര്യത്തിന്റെയും പഠനമാണ്. മനുഷ്യബന്ധങ്ങളുടെയും പരസ്പര സഹകരണത്തിന്റെയും പഠനമാണ് എന്ത് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. സമൂഹശാസ്ത്ര ആശയങ്ങൾ മനസ്സിലാക്കാൻ പദങ്ങളും സങ്കല്പനങ്ങളും ആവശ്യമാണ്. കൂടുതൽ ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനകത്തുള്ള പദങ്ങളും സങ്കല്പനങ്ങളും നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഉദാഹരണം പറയുന്നത്, കുടുംബത്തെ കുറിച്ച് സാമാന്യ ബോധം നമുക്കുണ്ട്. കാരണം നമ്മൾ ഒരു കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത് അല്ലെ. ഇൻ സോഷ്യോളജി ഫാമിലി ഈസ് എ ടേം വി ഓൾറെഡി know. It is a common sense knowledge. That knowledge we have about a family is a common sense knowledge. അല്ലെങ്കിൽ അതിന് സാമാന്യ ബോധം എന്ന് പറയുന്നു. But the actual sociological meaning of family helps us to find and understand the real meaning of family. എന്നാൽ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് എന്ത് ചെയ്യണം? യഥാർത്ഥത്തിലുള്ള കുടുംബത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പം സമൂഹശാസ്ത്രം നമുക്ക് നൽകുന്ന കുടുംബത്തിന്റെ ഐഡിയ ഈ കുടുംബത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥിയെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാണ് സമൂഹശാസ്ത്രത്തിന് പദങ്ങളും സങ്കല്പനങ്ങളും വേണ്ടത് എന്ന് ഉള്ളതാണ്. കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ. ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് ഗീവ് ക്ലിയർ ഐഡിയ ആൻഡ് അവോയ്ഡ് ആംബിഗ്വിറ്റി. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതിനെ എല്ലാം ഇല്ലാതാക്കുവാനായിട്ട് എന്തിനു സാധിക്കുന്നു? ഈ പദങ്ങളും അതുപോലെ സങ്കല്പനങ്ങളും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് 4 മാർക്കിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ഇനി ഈ പദങ്ങളും സങ്കല്പങ്ങളും ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചു വയ്ക്കുന്നതായിരിക്കും അല്ലെ. അല്ലാതെ പണ്ട് പദങ്ങളും സങ്കല്പനങ്ങളും ഒന്നും തന്നെ ജനിച്ചു വരുന്നതൊന്നുമല്ല. പ്രമുഖരായിട്ടുള്ള സമൂഹ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോന്ന് എന്താണ് കുടുംബം എന്നും എന്താണ് വിവാഹം എന്നും എന്താണ് ജാതി എന്നും എന്താണ് വർഗം അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സോഷ്യോളജിയിൽ ഇനി കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞത്, സോഷ്യോളജിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇനി വർഗം എന്ന് പറയും. വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വർഗ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥയുണ്ട്. ജാതി വ്യവസ്ഥ പോലെ തന്നെയാണ് വർഗ വ്യവസ്ഥയും. എന്താണ് വർഗ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗം വെളുത്ത വർഗമാണോ? അല്ല, കറുത്ത വർഗവും വെളുത്ത വർഗവും അല്ല നമ്മുടെ വർഗ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ വർഗ വ്യവസ്ഥ എന്ന് പറയുന്നത് പണക്കാരൻ പാവപ്പെട്ടവൻ തൊഴിലാളി മുതലാളി ഇങ്ങനെ മനുഷ്യരെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് വർഗവ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് താഴേക്ക് നമ്മൾ വർഗവ്യവസ്ഥയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നമ്മൾ വർഗവ്യവസ്ഥ എന്ന് ഇടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, കളറിന്റെ ബേസിലുള്ള വ്യവസ്ഥ അല്ല അത്. എന്തിന്റെ ബേസിലാണ്? സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മുതലാളി എന്നും തൊഴിലാളി എന്നും അല്ലെങ്കിൽ പണക്കാരനെന്നും മധ്യവർഗക്കാരൻ പാവപ്പെട്ടവൻ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തരംതിരിക്കുന്നു. അതാണ് വർഗം എന്ന് പറയുന്നത്. ഇനി നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു, സോഷ്യോളജിയിലെ പ്രമുഖരായിട്ടുള്ള 2-3 സമൂഹ ശാസ്ത്രജ്ഞര്. ഫാദർ ഓഫ് സോഷ്യോളജി ആരാണ്? അഗസ്റ്റ് കോംറ്റ്. പിന്നെ കാൾ മാർക്സിന്റെ കാര്യം പറഞ്ഞു, മാക്സ് വെബറിന്റെ കാര്യം പറഞ്ഞു, എമിൽ ദുർഖൈമിന്റെ കാര്യം പറഞ്ഞു. പിന്നെ സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞ തിയറി കണ്ടുപിടിച്ച ഒരാളുണ്ട്. അതാരാണ്? ഹെർബർട്ട് സ്പെൻസർ. ഇവരൊക്കെ പഴയകാല പ്രമുഖരായിട്ടുള്ള സമൂഹ ശാസ്ത്രജ്ഞരാണ്. ഇനി അപ്പൊ ഇതിന് ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആൾക്കാരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ആൾക്കാരെല്ലാം തന്നെ പാശ്ചാത്യരാണ്, വെസ്റ്റേണേഴ്സ് ആണ്, യൂറോപ്യൻ സോഷ്യോളജിസ്റ്റുകളാണ്. അപ്പൊ മാർക്സും അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മാർക്സ് ദുർഖൈം വ്യത്യസ്ത സങ്കല്പനങ്ങൾ സമൂഹത്തെ മനസ്സിലാക്കുവാനായിട്ട് ഉപയോഗിച്ചു. അതെന്തെല്ലാം എന്നുള്ളതാണ് അടുത്ത. അപ്പൊ പദങ്ങളും സങ്കല്പങ്ങളും ഉണ്ട്, ഈ സങ്കല്പനങ്ങളും ഉണ്ട്. ഇത് നമുക്ക് തരുന്നത് സമൂഹ ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് അല്ലെ. ഓരോ സൈദ്ധാന്തികരും സമൂഹ ശാസ്ത്രജ്ഞരുമാണ് ഈ പദങ്ങളൊക്കെ സമൂഹ ശാസ്ത്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ദുർഖൈമും കാൾ മാർക്സും 2 സമൂഹശാസ്ത്രത്തെ പഠിക്കുവാനായിട്ട് പ്രധാനമായിട്ടും ചില പദങ്ങൾ സങ്കല്പനങ്ങളും ഉപയോഗിച്ചു. അവ ഏതെല്ലാം എന്നുള്ളതാണ്. 2 പോയിന്റാണ് അതിന്റെ ഉത്തരം.
വർഗവും സംഘർഷവുമാണ് കാൾ മാർക്സിന്റെ സങ്കല്പനങ്ങൾ. സമൂഹശാസ്ത്രത്തെ പഠിക്കുവാൻ കാൾ മാർക്സ് രണ്ട് സങ്കല്പങ്ങൾ ഉപയോഗിച്ചാണ് സമൂഹത്തെ കുറിച്ച് പഠിച്ചത്, വർഗവും സംഘർഷവും. So Marx and Durkheim use different concepts to understand society, explain എന്നുള്ളതാണ്. മാർക്സും അതുപോലെ ദുർഖൈമും they used different terms, and the term used by Karl Marx to study, to understand society, two terms are there, class and class conflict. വർഗത്തിന്റെ ഇംഗ്ലീഷ് ആണ് ക്ലാസ്, ക്ലാസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്, വർഗ സംഘർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സാമൂഹ്യ ഐക്യം, കൂട്ടായ്മ അഥവാ പൊതു അവബോധം. കൂട്ടായ്മയ്ക്ക് പൊതു അവബോധം എന്നും പറയും. സാമൂഹ്യ ഐക്യം, കൂട്ടായ്മ, പൊതു അവബോധം തുടങ്ങിയവയാണ് ദുർഖൈം കണ്ടെത്തിയ സങ്കല്പനങ്ങൾ. ഓക്കെ, സോ class conflicts are the concept developed by Marx to study society, and Emil Durkheim developed two concepts, social solidarity and collective consciousness. കളക്റ്റീവ്, കൂട്ടായിട്ടുള്ള കോൺഷ്യസ്നസ്, ഒന്നാണെന്നുള്ള ഒരു അവബോധം. അപ്പൊ മലയാളത്തിൽ അതിനെ നമ്മൾ സാമൂഹ്യ ഐക്യമെന്നും കൂട്ടായ്മ, പൊതു അവബോധം, കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന പൊതു അവബോധം എന്നുള്ളതാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. അപ്പൊ കൂട്ടായ്മ, സാമൂഹിക, കൂട്ടായ്മ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. കൂട്ടായ്മയും സാമൂഹിക ഐക്യവുമാണ് ദുർഖൈം കണ്ടെത്തിയ രണ്ട് സങ്കല്പനങ്ങൾ. ഇനിയും സോഷ്യോളജിയിൽ സാധാരണ ഉപയോഗിക്കുന്ന സങ്കല്പനങ്ങളാണ്, കോമൺലി യൂസ്ഡ് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോഷ്യോളജിയിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സങ്കല്പനങ്ങളാണ് സമുദായം, കമ്മ്യൂണിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ, സാമൂഹ്യ സംഘം അഥവാ സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ, സംസ്കാരം അഥവാ കൾച്ചർ, സാമൂഹ്യ സ്ഥാപനങ്ങൾ അഥവാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവ ആണ് സാധാരണ സോഷ്യോളജിയിൽ നാം ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പനങ്ങൾ. ഏതൊക്കെയാണ്? സമുദായം, സാമൂഹ്യ സംഘം, സാമൂഹ്യ ശ്രേണീകരണം, സാമൂഹ്യ നിയന്ത്രണം, സംസ്കാരം, സാമൂഹ്യ സ്ഥാപനങ്ങൾ. കമ്മ്യൂണിറ്റി, സോഷ്യൽ ഗ്രൂപ്സ്, social stratification, social control, culture, social institution are the different terms that usually we use in sociology. ഇത് കൂടാതെ നിർവഹണവാദ സൈദ്ധാന്തികരുടെയും സംഘടനവാദികളുടെയും സങ്കല്പനങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നു. ഇവിടെയാണ് കുറച്ച് വിശദീകരണം വേണ്ടത്. സമൂഹശാസ്ത്രത്തില് നമുക്കറിയാം, സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് വിശാലമാണ്, അവ്യക്തമായ ഒരു ശാസ്ത്രമെന്ന് നമുക്ക് പറയാം. കാരണം ഞാൻ ഇന്ന് പറയുന്ന അഭിപ്രായമായിരിക്കില്ല ഞാൻ നാളെ പറയുന്നത്. ഇന്ന് എന്റെ മൂഡിനനുസരിച്ചായിരിക്കും ഞാൻ ഒരു കാര്യം പറയുന്നത്. നാളെ എന്നോടൊരു അഭിപ്രായം ചോദിച്ചാൽ, നാളെ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ അന്ന് നാളെ വലിയ ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ എന്റെ ഉത്തരം ചിലപ്പം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയായിട്ട് ഗവേഷണം നടത്തുക എന്നുള്ളത്, ഒരു കാര്യം ശരിക്ക് കണ്ടെത്തുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മനസ്സിൽ വെക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സിദ്ധാന്തങ്ങളൊക്കെ നോക്കിയാൽ എല്ലാ വിഷയങ്ങൾക്കും സിദ്ധാന്തങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ വിഷയങ്ങളുടെയും ആരംഭ കാലഘട്ടത്തിൽ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഓരോ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹശാസ്ത്രജ്ഞർ മുന്നോട്ട് വരുന്നു. അങ്ങനെ മുന്നോട്ട് വരുന്ന സമൂഹശാസ്ത്രജ്ഞരെ നമ്മൾ സൈദ്ധാന്തികർ അഥവാ തിയറിസ്റ്റുകൾ എന്ന് പറയുന്നു. അങ്ങനെ സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും രണ്ട് തരം സൈദ്ധാന്തികരാണുള്ളത്. ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകളും. ആദ്യകാലത്ത് സോഷ്യോളജിയിൽ പ്രധാനമായും രണ്ട് തരം സൈദ്ധാന്തികരായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റും
അതുപോലെ തന്നെ ഫങ്ഷണൽ തിയറിസ്റ്റുകൾ. ഇനി അത് മലയാളം പറയാം. നമ്മുടെ സമൂഹശാസ്ത്രത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് സൈദ്ധാന്തികരാണ് നിർവഹണവാദ സൈദ്ധാന്തികരും സംഘടനവാദ സൈദ്ധാന്തികരും. അല്ലെങ്കിൽ അവരെ നമുക്ക് നിർവഹണവാദികളെന്നും സംഘടനവാദികളെന്നും പറയാം. കോൺഫ്ലിക്റ്റ് അവർ കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നവരെ നമുക്ക് മനസ്സിൽ വയ്ക്കുക. നിർവഹണം എന്ന് പറയുമ്പോൾ അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ എന്ന് ഓർമ്മിക്കാൻ എളുപ്പത്തിനാണ് അത് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാതെ അതല്ല അതിനകത്ത് വരുന്ന ശരിക്കുള്ള ആശയം. നിർവഹണവാദികൾ എല്ലാം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഓർത്തു വയ്ക്കുക. സംഘടനവാദികൾ എല്ലായിടത്തും അടിയും കലാശവുമാണ്, സംഘടന ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവർ എന്ന് എളുപ്പത്തിനായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഈ രണ്ട് കാഴ്ചപ്പാടുകളും രണ്ട് നിർവഹണവാദ സിദ്ധാന്തം പറഞ്ഞപ്പം ആ സിദ്ധാന്തത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സമൂഹശാസ്ത്രജ്ഞര് ആ സിദ്ധാന്തം ഇറക്കിയ ആളുകളുടെ പിന്നിലേക്ക് പോകുന്നു. ഒരുപാട് പേര് സംഘടനവാദികളുടെ പിന്നിലേക്കും പോകുന്നു. അങ്ങനെ ഒരു രണ്ട് വിഭാഗമായിട്ട് നമ്മുടെ സിദ്ധാന്തങ്ങളൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ അവരവരുടെ കോൺട്രിബ്യൂഷനുകളും ഒക്കെ ആയിട്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി സമൂഹത്തെ കുറിച്ചുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റുകൾ എന്നുള്ളതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് സമൂഹത്തെ കുറിച്ചുള്ള നിർവഹണവാദ വീക്ഷണവും അതുപോലെ സംഘടനവാദ വീക്ഷണവും എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നിർവഹണവാദ വീക്ഷണം ഉണ്ട്, അതുപോലെ സംഘടനവാദ വീക്ഷണവും ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രം നമ്മൾ ഇവിടെ പറയുന്നു. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിലുടനീളം ഈ നിർവഹണവാദികളുടെ പേരും സംഘടനവാദികളുടെ പേരും നിങ്ങൾ കേൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യതയോടുകൂടി ഈ ഒരു കാര്യം പഠിക്കണം. എല്ലാ സ്ഥലങ്ങളിലും നിർവഹണവാദികളും സംഘടനവാദികളും വരുന്നു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ആശയം എടുക്കുമ്പോൾ ഇപ്പം ജാതി എടുത്താൽ നിർവഹണവാദികൾ എന്ത് പറഞ്ഞു, സംഘടനവാദികൾ എന്ത് പറഞ്ഞു, അങ്ങനെ എല്ലാ കൺസെപ്റ്റുകൾ എടുക്കുമ്പോഴും ഇവരുടെ രണ്ടുപേരുടെയും ആശയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് ഈ ഭാഗം ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ കെയർഫുള്ളി മനസ്സിലാക്കുക. സമൂഹത്തെ കുറിച്ചുള്ള നിർവഹണവാദ സംഘടനവാദ കാഴ്ചപ്പാടുകൾ എന്ത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന സമൂഹശാസ്ത്രജ്ഞർ സമൂഹത്തെ ജീവനുള്ള വസ്തുവായി കരുതുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വേൾഡ് വാർ 2 കഴിഞ്ഞ ശേഷം വന്നിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ എന്ന് പറയുന്നു. അവർ ഫങ്ഷണലിസ്റ്റിന്റെ ഒരു രൂപമാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഘടനാപരമായ നിർവഹണവാദികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയുടെ സ്ട്രക്ചറും പഠിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അതിന്റെ ഫങ്ഷനും പഠിക്കേണ്ടത് ആവശ്യമെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഘടനാപര നിർവഹണവാദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടര് പറയുന്നത് സമൂഹം ജീവനുള്ള ഒരു വസ്തുവാണെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. സമൂഹത്തെ ജീവനുള്ള വസ്തുവായി കരുതുന്നു. ഈ സമൂഹം എന്ന് പറയുന്നതിന് ഒരു ബയോളജിക്കൽ ഓർഗാനിസത്തിനെ പോലെ തന്നെ എന്തുണ്ട്, ലൈഫ് ഉണ്ട് എന്നാണ് ഈ ആര് പറയുന്നത്, ഈ ഘടനാപരമായ നിർവഹണവാദികൾ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത് എന്താണ്? അവര് പറയുന്നു നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഓർഗാനിസം ആണ്, കമ്പയർ ടു ആൻ ഓർഗാനിസം, അതിന് ലൈഫ് ഉണ്ട് എന്ന് പറയുന്നു. ഇനി നിർവഹണവാദികൾ സമൂഹത്തെ ജീവനുള്ള വസ്തുവായി കരുതുന്നു. ഫങ്ഷണലിസ്റ്റ് കൺസിഡർ സൊസൈറ്റി ആസ് ആൻ ഓർഗാനിസം എന്ന് പറയാം. സമൂഹത്തിലെ വിവിധ ഭാഗങ്ങൾ സമൂഹത്തെ നിലനിർത്തുവാൻ മനുഷ്യ ശരീരത്തിൽ എന്ന പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിന്, നമ്മുടെ ഹാർട്ട് സിസ്റ്റം, നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ എല്ലാം, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാം, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം എല്ലാം ഒന്നിച്ച് രാപകലില്ലാതെ കഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെന്ന വ്യക്തിയെ നിലനിർത്തുന്നതിനാണ്, അല്ലെ? അപ്പം അതുപോലെ സമൂഹത്തിലെ ഓരോ ഭാഗങ്ങളും, കുടുംബമായാലും അതുപോലെ ജാതി ആയാലും നിയമമായാലും വിദ്യാഭ്യാസമായാലും എല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചു. എന്തിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്? സമൂഹത്തിനെ നിലനിർത്താൻ വേണ്ടി എന്നാണ് നിർവഹണവാദികൾ പറയുന്നത്. കാരണം നിർവഹണവാദികൾ സമൂഹത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതെല്ലാം നല്ലതിനെന്ന് ചിന്തിക്കുന്നവരാണ് നിർവഹണവാദികൾ. അവരെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നു? സമൂഹം ജീവനുള്ള ഒരു വസ്തുവിനെ പോലെയാണെന്നും ഒരു ജീവിയെ പോലെയാണെന്നും
ഒരു ജീവിയുടെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങൾ എങ്ങനെയാണോ ആ ഒരു ജീവിയെ നിലനിർത്താനായി പ്രവർത്തിക്കുന്നത്, അതുപോലെ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങൾ സമൂഹത്തെ നിലനിർത്തുവാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? നിർവഹണവാദികൾ അഥവാ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ the different body different parts of the society work together just like the different parts of the body in a human being or in an organism work together to keep that organism alive. ഇനി സംഘടനവാദികളാകട്ടെ, സംഘടനവാദികൾ ഇവര് നിർവഹണവാദികള് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും നല്ലതിനെന്ന് ചിന്തിക്കുന്നവരാണ്. സംഘടനവാദികൾ അങ്ങനെയല്ല. സംഘടനവാദികൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു സമൂഹത്തിൽ മുഴുവൻ അസമത്വമുണ്ട്, സമൂഹം സംഘർഷഭരിതമാണ്, സൊസൈറ്റി ഈസ് ഫുൾ ഓഫ് കോൺഫ്ലിക്ട്സ്, ഫുൾ ഓഫ് ഇൻഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന കൂട്ടരാണ് ആര്? സംഘടനവാദികൾ എന്ന് പറയുന്നത്. അപ്പൊ സംഘടനവാദികൾ അഥവാ കോൺഫ്ലിക്ട് തിയറിസ്റ്റ് എന്ത് പറയുന്നു? സമൂഹം സംഘർഷഭരിതമെന്ന് പറയുന്നു. ഇനി അപ്പൊ അത് മനസ്സിലായാലോ? 4 മാർക്കിന് ചോദിക്കാം സമൂഹത്തെ കുറിച്ചുള്ള നിർവഹണവാദ സംഘടനവാദ കാഴ്ചപ്പാട്. വാട്ട് ഈസ് ദ വ്യൂ പോയിന്റ് ഓഫ് ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റ് ആസ് വെൽ ആസ് കോൺഫ്ലിക്ട് തിയറിസ്റ്റ് അബൌട്ട് സൊസൈറ്റി എന്നുള്ളതാണ്. ഈ ഒരു ഐഡിയ എപ്പോഴും നിങ്ങൾക്ക് ത്രൂ ഔട്ട് ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു ആശയം മനസ്സിൽ വെക്കേണ്ടതുണ്ട്. നിർവഹണവാദികൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. കോൺഫ്ലിക്ട് തിയറിസ്റ്റുകൾ എന്താണ്? നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം. അത് നെഗറ്റീവ് അല്ല, അവരുടെ ഒരു വ്യൂ പോയിന്റ് ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് മനുഷ്യ പെരുമാറ്റത്തെ പഠിക്കുന്ന രീതികൾ ഏതെല്ലാം? ഇനി നമ്മൾ സമൂഹശാസ്ത്രത്തിൽ മനുഷ്യരുടെ പെരുമാറ്റവും മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതികൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇനി അടുത്ത പാട്ട്. അതോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലാസ് അങ്ങ് കഴിയുന്നതായിരിക്കും. മനുഷ്യ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന രീതികൾ ഏതെല്ലാം? മനുഷ്യ പെരുമാറ്റത്തെ പഠിക്കാൻ വ്യക്തികളെ അടിസ്ഥാന 2 രീതിയാണുള്ളത്. ഒരു രീതി എന്ന് പറയുന്നത് വ്യക്തിയിൽ നിന്നും പഠിച്ചുകൊണ്ട് വലിയ കാര്യങ്ങളിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു വിഭാഗവും, മറ്റൊരു വിഭാഗം വലുതിൽ നിന്നും പഠിച്ചുകൊണ്ട് ചെറുതിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു വിഭാഗവും. മനസ്സിലായല്ലോ? ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കുന്നതിന് 2 രീതിയാണുള്ളത്. അപ്പൊ ആ 2 രീതികളിൽ ഒരെണ്ണം വ്യക്തിയിൽ നിന്നും പഠിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളിൽ പോകണമെന്ന് പറയുന്നു. രണ്ടാമത്തെ രീതി പറയുന്നത് വലിയ വലിയ കാര്യങ്ങളിൽ നിന്നും ചെറുതിലേക്ക് വരണമെന്നും പറയുന്നു. ഇനി നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ, അതായത് ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനുഷ്യ പെരുമാറ്റം മനസ്സിലാക്കുവാനായിട്ട് വ്യക്തികളെ ഒരു ബേസിക് യൂണിറ്റ് ആക്കി വച്ചുകൊണ്ട് വ്യക്തികളിൽ നിന്നും പഠിച്ചുകൊണ്ട് പോകുന്ന രീതിയെ സൂക്ഷ്മ പാരസ്പര്യ രീതി എന്ന് പറയുന്നു. സൂക്ഷ്മ പാരസ്പര്യ രീതി എന്ന് പറയുന്നു. സൂക്ഷ്മ പരസ്പര പ്രവർത്തനം എന്നും നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ, നമുക്ക് പല ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലോ, സെർട്ടിന്റെ ഉണ്ട്, NCERT ഉണ്ട്, എക്സലിന്റെ ഉണ്ട്, ഗയയുടെ ഉണ്ട്. അപ്പൊ ചില പുസ്തകങ്ങളിൽ സൂക്ഷ്മ പരസ്പര പ്രവർത്തനം എന്നും പറയുന്നു. സെർട്ടിന്റെ, അതായത് ഗവൺമെന്റിന്റെ ബുക്കിൽ കിടക്കുന്നത് സൂക്ഷ്മ പാരസ്പര്യം എന്നാണ്. പക്ഷെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മൈക്രോ ഇന്ററാക്ഷൻ. ഇപ്പൊ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇൻഡിവിജ്വലിൽ നിന്നും പഠിച്ചു തുടങ്ങണം. ആ രീതിയെ പറയുന്നതാണ് മൈക്രോ ഇന്ററാക്ഷൻ അഥവാ സൂക്ഷ്മ പാരസ്പര്യം. ഇനി അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു പദവി എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു സ്റ്റാറ്റസ് ഇതിനെ കുറിച്ച് പഠിക്കണം. നമ്മൾ സോഷ്യോളജിയിലുള്ള ഒരു ടേമാണ് അത്, സ്റ്റാറ്റസ്. അല്ലെങ്കിൽ റോള്, പങ്ക് െ കുറിച്ച് പഠിക്കണം. അപ്പൊ നിങ്ങളുടെ അച്ഛന് ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അച്ഛൻ അതുപോലെ റോളും ഉണ്ട്. അച്ഛന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അച്ഛൻ എന്ന ആ ഒരു ഇത്. റോൾ എന്താണ്? അച്ഛന് ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ടല്ലേ, അച്ഛൻ ചെയ്യുന്ന പണികളാണ് അച്ഛന്റെ റോൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു സ്റ്റാറ്റസിനെ കുറിച്ചോ അല്ലെങ്കിൽ റോളിനെ കുറിച്ചോ, അതായത് പദവിയെ കുറിച്ചോ പങ്കിനെ കുറിച്ചോ പഠിക്കണമെങ്കിൽ നമുക്ക് ഏത് രീതി എടുത്ത് ഉപയോഗിക്കാം? ഈ സൂക്ഷ്മ പാരസ്പര്യ രീതി ഉപയോഗിക്കാം. കാരണം അതൊരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങിയിട്ട് ഒരു സമൂഹത്തിന്റെ പദവിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ പോകാം. ഓക്കെ, സാമൂഹ്യ നിയന്ത്രണം, സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ ശ്രേണീകരണം,
എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സമൂഹത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് വ്യത്യസ്ത മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പോലീസിനെയും നിയമത്തിനെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്, സോഷ്യൽ കൺട്രോൾ. അപ്പൊ അതുകൊണ്ട് അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പദമാണ് സാമൂഹ്യ നിയന്ത്രണം. സാമൂഹിക ശ്രേണീകരണം എന്താണ്? സമൂഹത്തിലെ അംഗങ്ങളെ പല തട്ടുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, എന്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അപ്പോ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുമ്പോൾ വലിയൊരു സമൂഹത്തിനെ നിയന്ത്രിക്കുന്ന കാര്യം, സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുമ്പോൾ വലിയൊരു വിഭാഗത്തിനെ നമ്മൾ തട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവയൊക്കെ പഠിക്കാൻ സൂക്ഷ്മ പാരസ്പര്യ രീതി അഭികാമ്യമല്ല. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അച്ഛന്റെ പദവി എന്ന് പറഞ്ഞ അങ്ങനെ പദവിയിലും പങ്കിലും പോകുന്നത് പോലെ ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇത് പഠിക്കണമെങ്കിൽ മറ്റൊരു രീതിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ആ രീതിയുടെ പേരാണ് എന്ത്? മനുഷ്യ പെരുമാറ്റം പഠിക്കാൻ വർഗം, വിപണി, ജാതി, സമുദായം തുടങ്ങിയ സാമൂഹ്യ യൂണിറ്റ് എടുത്ത് പഠിക്കുന്ന രീതിയാണ് സ്ഥൂല പരസ്പര പ്രവർത്തന രീതി. സമൂഹത്തിലെ മനുഷ്യന്റെ പെരുമാറ്റം, ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യുവാൻ വലിയ കാര്യങ്ങളായ കാസ്റ്റ്, സോഷ്യൽ യൂണിറ്റുകളാണ്. കാസ്റ്റ്, മാർക്കറ്റ്, അതുപോലെ ക്ലാസ്, കമ്മ്യൂണിറ്റി, ഇവയെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ചെറിയ വ്യക്തിയിലേക്ക് എത്തുന്ന രീതിയാണ് സ്ഥൂല പരസ്പര രീതി എന്ന് പറയുന്നത്. സ്ഥൂല പാരസ്പര്യം എന്നും പറയും, ഇംഗ്ലീഷിൽ മാക്രോ ഇന്ററാക്ഷൻ എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ മനുഷ്യ പെരുമാറ്റത്തെ അഥവാ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കുവാൻ 2 ടൈപ്പ് മെത്തേഡ്സ് ആണുള്ളത്: മാക്രോ ഇന്ററാക്ഷൻ ആൻഡ് മൈക്രോ ഇന്ററാക്ഷൻ. സൂക്ഷ്മ പാരസ്പര്യം, അതുപോലെ സ്ഥൂല പരസ്പര പ്രവർത്തനം അഥവാ സ്ഥൂല പാരസ്പര്യം. മനസ്സിലായല്ലോ? പങ്ക്, പദവി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിയിൽ നിന്നും പഠിച്ചു വലിയ സമൂഹത്തിലേക്ക് പോകുന്നു. മനുഷ്യ പെരുമാറ്റത്തെ പഠിക്കാൻ വ്യക്തികളെ അടിസ്ഥാന യൂണിറ്റായി കണക്കാക്കുന്ന രീതിയാണ് സൂക്ഷ്മ പാരസ്പര്യ രീതി. മനുഷ്യ പെരുമാറ്റത്തെ പഠിക്കുവാൻ വലിയ സമുദായങ്ങളെ, വലിയ സാമൂഹിക യൂണിറ്റുകളെ എടുത്ത് പഠിക്കുന്ന രീതിയാണ് സ്ഥൂല പരസ്പര പ്രവർത്തന രീതി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മാക്രോ ആൻഡ് മൈക്രോ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയേ പഠിക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഒരു പുതിയ ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു, സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് നല്ല രസമാണ് കേട്ടോ. ഈ 1ാം ചാപ്റ്റർ പോലെ ഒന്നുമല്ല. ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ പുതിയ പദങ്ങളും അതിന്റെ നല്ല നല്ല കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ഈ വിഷയത്തിന്റെ ഭംഗി ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക്, ഇനി തുടർന്നുള്ള ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്റർ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇടയ്ക്ക് നിർവഹണവാദ വീക്ഷണവും സംഘടനവാദ വീക്ഷണവും വരും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. അപ്പൊ മനസ്സിലായല്ലോ? എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലായില്ലേ?